അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക തഖീലതി അദ്രിക്കിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ അവരുടെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് സന്ദേശങ്ങളും ഒരുപാട് ഗുണപാഠങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കും. കാരണം അവരൊക്കെ ഒരു നല്ല മാർഗത്തിൽ സഞ്ചരിച്ച് അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചവരാണ്. അവരെ ഓർക്കലും അവരെ അനുസ്മരിക്കലും അവരുടെ പേരിൽ പരിപാടികൾ സംഘടിപ്പിക്കലും ഒക്കെ പുണ്യമുള്ളതാണ്. അതിന് പരലോകത്ത് പ്രതിഫലവും ലഭിക്കുന്ന കാര്യമാണ്. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൻ്റെ അനവധി ആയത്തുകളിലും നല്ല ആളുകളുടെ അഥവാ പ്രവാചകന്മാർ, ഔലിയാക്കന്മാർ, സജ്ജനങ്ങൾ, ഇങ്ങനെയുള്ള മഹാന്മാരായ ആളുകളുടെ അനുസ്മരണം ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സംബന്ധമായി നമ്മളെ പഠിപ്പിച്ചത് ദിക്റുൽ അംബിയാഇ ഇബാദത്തു, നബിമാരെ ഓർക്കുക, നബിമാരെ സ്മരിക്കുക എന്നുള്ളത് ആരാധനയാണ്. വദിക്റു സ്വാലിഹീന കഫാറത്തുൻ, സജ്ജനങ്ങളായ ആളുകളുടെ ഓർമ്മ അത് നമ്മുടെ പാപം പൊറുക്കാൻ കാരണമാണ്. നമ്മൾ ഉറൂസ് സംഘടിപ്പിക്കുന്നത്, നമ്മുടെ ഇതുപോലെയുള്ള ആണ്ടുകൾ സംഘടിപ്പിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. നമുക്ക് ചെയ്യാൻ അള്ളാഹുവിൻ്റെ ദീൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നതിൽ ആരും ഒരു വിമുഖത കാണിക്കേണ്ടതില്ല. കാരണം അവർ ജീവിതം ചിട്ടപ്പെടുത്തിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ജീവിതം നല്ല ഒരു ജീവിതം നയിക്കാൻ അവർക്ക് അള്ളാഹു അവസരം കൊടുത്തു. അതൊരു തൗഫീക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയ തൗഫീക്കാണത്. കാരണം ഈ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന്, ദുന്യാവിൻ്റെ അലങ്കാരങ്ങളിൽ നിന്ന്, സാമ്പത്തികമായും സാമൂഹികമായുമൊക്കെ മനുഷ്യന് വലിയ ആർത്തിയുള്ള ഒരു കാലത്ത്, സമ്പത്തിനെ വല്ലാതെ കൊതിക്കുന്ന ഒരു കാലത്ത്, അധികാരത്തെ കൊതിക്കുന്ന കാലത്ത്, ഇത് രണ്ടിനും വേണ്ടി എന്തും ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ മാറി നിന്ന് ഭൗതികമായ താല്പര്യങ്ങളെ അവർ ഇല്ലായ്മ ചെയ്ത് അവരുടെ ഹൃദയത്തെ അള്ളാഹുവിലേക്ക് തിരിക്കാൻ അവർക്ക് അവസരമുണ്ടായി എന്ന് പറയുമ്പോൾ അള്ളാഹു അവർക്ക് കൊടുത്തത് വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമുക്കൊക്കെ. കാരണം ദുന്യാവിൽ അവർ അഹങ്കാരികളായില്ല, ദുന്യാവിൽ അവർ മേൽമത്തരം കാണിച്ചില്ല. ഒരു പക്ഷേ അവർക്ക് സമ്പത്തുണ്ടാകാം, ഇനി അധികാരങ്ങളുണ്ടാകാം, അതിന് തടസ്സമല്ല. ഇത് രണ്ടും ഒരു മുഅ്മിനിന് ഉണ്ടാകരുത് എന്നുള്ള ചിന്തല്ല. തുത്തിൽ മുൽക്കമന്തശ,
തൻസിഉൽ മുൽക മിമ്മൻ തശാ തുഇസ്സു മൻ തശാ തുദില്ലു മൻ തശാ. ഇങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അധികാരമുണ്ടാകുക, സമ്പത്തുണ്ടാവുക എന്നുള്ളതൊന്നും ഒരു മോശമായിട്ടല്ല പറയുന്നത്. പക്ഷേ അതിനു വേണ്ടി മനുഷ്യർ അവൻ്റെ വിലപ്പെട്ട സമയങ്ങളെ നീക്കി വെക്കുകയും അതിനുവേണ്ടി എല്ലാ തെറ്റുകളും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പോഴും അങ്ങനത്തെ അള്ളാഹുവിൻ്റെ ചിന്തകളിൽ സജീവമായിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചാൽ അതും വലിയൊരു ഭാഗ്യമാണ്. ഉണ്ടാകാതിരിക്കൂല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്നാണ് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പണ്ഡിതന്മാർ അവർ നബിമാരുടെ അനന്തരാവകാശിയാണ്. റസൂലുള്ളാഹി തങ്ങൾ അനന്തരാവകാശിയാണ്. കാരണം ലം യുവറസു ദീനാറും വല ദിർഹമ. അവർ അനന്തരം തന്നത് സമ്പത്തോ ദീനാറുകളോ ഒന്നുമല്ല. അവർ ആത്മീയമാണ്, ആത്മീയതയാണ് എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവ് എന്ന് പറഞ്ഞാൽ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വ അമലൻ മുതഖബ്ബല. ഉപകാരപ്പെടുന്ന അറിവിനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അറിവും എന്നുള്ളത് ഒരു ആത്മീയതയിലേക്കുള്ള ഒരു വഴിയാണ്. കാരണം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാം ഉണ്ടാകുന്നത് അറിവുണ്ടാകുമ്പോഴാണ്. അപ്പോൾ അറിവ് എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടുന്ന അറിവാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരപ്പെടുന്ന അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആ അറിവിനെ വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഖുർ റബ്ബി സിദ്നി ഇൽമാ, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അങ്ങനെ അറിവുള്ളവരും ഇല്ലാത്തവരും സമമാകുന്നോ? അപ്പോൾ അറിവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ആത്മീയമായ ഒരു പ്രകാശമാണ്, വെളിച്ചമാണ്. അൽ ഇൽമു നൂറുൻ, ഇൽമൊരു പ്രകാശമാണ്, ആത്മീയമായ പ്രകാശമാണ്. ആ അറിവുള്ള ആളുകൾ, പണ്ഡിതന്മാർ, ഔലിയാക്കന്മാർ, അവർ ഔലിയാക്കന്മാരാണ്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അവർ ഉലമാഉൽ ആഖിറ, പരലോക പണ്ഡിതന്മാർ, പരലോകത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ ഔലിയാക്കന്മാരാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞല്ലോ, ഉലമാ ഉമ്മത്തി കാംബിയായി ബനി ഇസ്രായേൽ, എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ അന്ത്യനാളിലെ എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ അവർ ഇസ്രായേൽ സന്തതികളിലെ നബിമാർക്ക് തുല്യമാണ്. നബിമാരല്ല, നബിമാരെ പോലെ അനുഗ്രഹീതരാണ്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവസാന കാലത്ത്, ഈ അന്ത്യനാളിനോടടുത്ത സമയത്ത് ആത്മീയമായ ജീവിതം നയിച്ച് സദാസമയവും റബ്ബിൻ്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് മേൽമത്തരങ്ങളോ കുഴപ്പങ്ങളോ ഉദ്ദേശിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. യഥാർത്ഥത്തിൽ അവർക്കല്ലേ അല്ലാഹു തആല സ്വർഗം ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹു എന്താ ഖുർആനിൽ പറഞ്ഞത്? സൂറത്തുൽ ഖസസിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരായത്തുണ്ടല്ലോ, തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഫിൽ അർദ് ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാം, തിൽക്കദ്ദാർ, ആ സ്വർഗം അഥവാ അദ്ദാറുൽ ആഖിറ, പരലോക വീട്, സ്വർഗം. നജ്അലുഹാ, നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നു, ലില്ലദീന, ഒരു കൂട്ടം ആളുകൾക്കാകുന്നു. എങ്ങനത്തെ ആളുകളാണ് അവർ? ലാ യുരീദൂന ഉലുവാ, അവർ മേൽമത്തരത്തെ ഉദ്ദേശിക്കണില്ല. ഈ ഭൂമിയിൽ അവർ ഒരു മേൽമത്തരം, അഹങ്കാരം ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവർക്ക് എന്തൊക്കെ ഉണ്ടായാലും അവർ അഹങ്കാരികളല്ല. ഉണ്ടാകുന്നതിന് തടസ്സമില്ല എന്നുള്ള ആയത്തിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്.
ഉണ്ടായി എന്നതുകൊണ്ട് അവർ മേൽമത്തരം നടിക്കുകയില്ല. ഇല്ലെങ്കിൽ പിന്നെ മേൽമത്തരം നടിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്ക് സമ്പത്തോ സൗകര്യങ്ങളോ ഉണ്ടായതുകൊണ്ട് അവർ മേൽമത്തരം നടിക്കുകയില്ല. വല ഫസാദ, കുഴപ്പവും അവരുദ്ദേശിക്കണില്ല. അവർ ദുനിയാവിൽ മേൽമത്തരം അതുപോലെ കുഴപ്പങ്ങളൊന്നും ഉദ്ദേശിക്കാതെ അവർ ജീവിക്കുന്നവരാണ്. മാത്രമല്ല വല്ലഖീബത്തുലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് അന്തിമ വിജയം എന്നും അള്ളാഹു ആ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കന്മാർ. ഇവരെ ഇങ്ങനെ ജീവിച്ച ആളുകളെ പ്രിയപ്പെട്ടവരെ അവരെ നമ്മൾ ഓർക്കണ്ടേ, അവരെ മദ്ഹ് നമ്മൾ പറയണ്ടേ. കാരണം അവരെ മദ്ഹ് പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് സൂചന നൽകുന്നുണ്ട്. ഖുർആൻ സൂചന നൽകുകയും ഹദീസിൽ വ്യക്തമായി പഠിപ്പിക്കുകയും പുണ്യ റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു അമലല്ലേ ഈ ഉറൂസ്. ഈ ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയല്ലേ, തന്നെയാണ്. കാരണം അവർ ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി നീക്കിവെച്ചവരാണ്. മാനിമാം നബി റഹിമഹുല്ലാഹ് അവരുടെ റിയാദുസ് സ്വാലിഹിൻ്റെ ആദ്യത്തിലൊരു പദ്യം രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫൂതനാ ത്വല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫിതനാ നദറു ഫീഹാ ഫലം